നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1859 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ശാന്താചന്ദ്രൻ മാഡത്തിനോടൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ്. ശാന്താചന്ദ്രൻ മാഡത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും മാഡം ഉത്തരം പറയുകയും ആണ് ഇന്നത്തെ സെഷൻ. അപ്പോ ഇന്നത്തെ ഈ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡത്തിന് എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. വളരെ സ്നേഹനിധിയും വളരെ സ്നേഹമായി എല്ലാവരോടും പെരുമാറുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ നിരവധി തവണ, ഒത്തിരി തവണ എണ്ണി പറയാൻ പോലും പറ്റത്തില്ല, അത്രയും തവണ മാഡം നമുക്ക് പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ അഗ്രഗണ്യ. മാഡത്തിന് കിട്ടിയ കേസുകൾ പരാജയം വിരലിലുണ്ടാവുന്നത് പോലും ഉണ്ടാവുമെന്ന് തോന്നില്ല. കിട്ടുന്ന കേസുകളെല്ലാം അത് ഫലപ്രാപ്തിയിലെത്തിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ ശാന്താചന്ദ്രൻ. ആതുരദാസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള മാഡത്തിനെ ഞങ്ങൾക്ക് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മാഡത്തിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. മാഡം ആമുഖമായിട്ട് മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതിലെ നമുക്ക് ആദ്യം തുടങ്ങാം. ഓക്കെ മാഡം. എല്ലാവർക്കും നന്ദി. ശൈലിയുടെ നല്ല വാക്കുകൾ ഒരുപാട് നന്ദി. നമ്മുടെ മാസ്റ്റർ സാമൂഹ്യ കന്യകളെ സ്മരിച്ചു ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക്. എന്തായാലും നമ്മുടെ IFPHന്റെ 5ാം വാർഷികത്തിനെ കുറിച്ച് ഇതുവരെ കേട്ട് മനസ്സ് വളരെ സന്തോഷിച്ച് ഇരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അവരുടെ യൂണിറ്റി ഉദ്ദേശം നല്ലതായതുകൊണ്ടാണ് പ്രകൃതിയും ഈശ്വരനും കൂടെ നിന്ന് ആ യൂണിറ്റി ആണ് ഇത്രയും ഭംഗിയായത്. വരുന്ന പാർട്ടിസിപ്പൻസിന് ഒന്നും പ്രകൃതി പോലും നമുക്ക് മഴയില്ലാതെയൊക്കെ വളരെ അനുകൂലമായിരുന്നു. എന്തായാലും നമ്മുടെ ഡയസിലുണ്ടായിരുന്ന ഹനുമാൻ പോലും ശരിക്കും സൂക്ഷിച്ചു നോക്കിയാലും നമ്മളെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. സത്യം. അപ്പൊ ഹനുമാൻ നമ്മളത്രയും ഹോമിയോപ്പതിക്ക് വേണ്ടി എന്താ പറയാ, വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് തീർച്ചയായിട്ടും അത് ഉണ്ടായി തന്നെ ആവണമല്ലോ. അപ്പോ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സഹാനി സാറും പിന്നെ ബാക്കി എല്ലാവരും ഇതിന്റെ ഒപ്പം അവരുടെ മനസ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയാൻ എല്ലാവരോടും, അവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും. പിന്നെ ഈ വന്ധ്യതയെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ, ചോദ്യത്തിന് ആൻസർ പറയാൻ. പക്ഷെ ഒരുപാട് വന്ധ്യതയുടെ ക്ലാസ്സുകളൊക്കെ ഇതില് മെയിൽ ഇൻഫെർട്ടിലിറ്റിയും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയും ഒക്കെ ഒത്തിരി ചെയ്ത അതല്ലേ. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് IFPHന്റെ ക്ലാസ്സില് ഓർഗനോന്റെ ഓരോ എഫോറിസം വെച്ചിട്ട് ഒരു ഡോക്ടർ ഓരോ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തില്ലേ. ഓർഗനോന്റെ ഓരോ എഫോറിസത്തിൽ കൂടെ മെഡിസിൻ കണ്ടുപിടിച്ച പോലെ നമുക്ക് ഞാൻ പറയുന്നത് ഹൗ ഐ ഡു മൈ കേസസ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ കേസ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. നമ്മള് ഇപ്പൊ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത ഒരു കേസ് വരാൻ സാധ്യത കുറവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഗൈനക്കോളജിസ്റ്റ് അല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ കേസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇപ്പൊ വരാറ്. അതല്ലാതെ നമ്മുടെ അടുത്തൊരു കേസ് വരുവാണ്, നമ്മൾ ആ കേസ് ടേക്കിങ് എങ്ങനെയാണ്? കേസ് ടേക്കിങ് ആദ്യം തന്നെ നമ്മൾ പേപ്പറിൽ എഴുതുക, പേര് അല്ലെ, നെയിം ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ നെയിമിൽ തന്നെ നെയിം എഴുതി കഴിഞ്ഞാൽ ഏജ്,
ഏജ് പറയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയും എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഒരു പ്രഗ്നൻസി സാധ്യമാണോ ഡോക്ടറെ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് പറയാനുള്ളത് മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും ഫീമെയിലാണെങ്കിലും. കേൾക്കാവോ ശൈല? കറക്റ്റ്? ഓക്കെ ഓക്കെ മേഡം, ആണോ? കേക്കാം കേക്കാം. കേൾക്കാം. ചുമ വന്നോണ്ട് ഞാനൊന്ന് ഇതാക്കി. ആ ശരി. അപ്പൊ ഒരു ഏജ് വൈസ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് സംശയം ചോദിക്കും, ഡോക്ടറെ എനിക്ക് ഇത്രയും പ്രായമായി. അപ്പൊ നമുക്ക് മെയിൽ പേഷ്യന്റിനാണെങ്കിൽ ഏജ് ഒരു പ്രോബ്ലം അല്ല. ഏജ് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും അതിനൊക്കെയുള്ള കൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഏജ് ഒരു പ്രോബ്ലം ഉണ്ട്. അതേസമയം ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ നമ്മളൊരു മെനപ്പോസൽ ഏജ് ആകുമ്പോൾ എൻ്റെ അടുക്കെ വരാറ് ഒരു 42, 43 ഒക്കെ ഏജ് ഉള്ള സ്ത്രീകൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എൻ്റെ ഫസ്റ്റ് കേസ് പ്രഗ്നൻസി എനിക്ക് ആയത് ഒരു 43 ഇയേഴ്സ് ഉള്ള ലേഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 40+ ആണെങ്കിൽ ആദ്യം നമുക്ക് അവരെ ഈ ഒരുപാട് ഹോപ്പോട് കൂടിയിട്ടായിരിക്കും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആ നമ്മൾ അതിനെ തന്നെ അത് പരിഗണിച്ചുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുക, അവരുടെ AMH ലെവലൊന്ന് നോക്കും, ഓവേറിയൻ റിസർവ് നോക്കും, പീരീഡ്സ് എങ്ങനെ വരുന്നുണ്ട്, കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയിട്ട് AMH ലെവല് മേ ബി ഒരു 1.5 1 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, മെഡിസിൻ കൊടുക്കാൻ പറ്റും. ഇത് പ്രീ മെനപ്പോസ് പീരീഡ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ രമ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ അതേ നോക്കണ്ട എപ്സിന്തിനെ നമ്മൾ കൊടുക്കാറുണ്ട് പ്രീ മെനപ്പോസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിമച്വർ മെനപ്പോസ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ എപ്സിന്തിനമാണ്. അതിന്റെ കൂടെ നമുക്ക് ഒരു AMH 1.5 1 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂട്ടാനായിട്ട് നമുക്ക് ലെസിത്തിൻ, ഓവറി, പിന്നെ കുർക്കുമ ടിഞ്ചർ, അങ്ങനെയുള്ള മെഡിസിൻസ് നമുക്ക് കൊടുത്ത് അവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏജ്. നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഏജ് വൈസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുരുഷന്മാരിലാണെങ്കിൽ, സ്ത്രീകളുടെ കാര്യമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. പുരുഷന്മാരിലാണെങ്കിൽ ഏജ് ഒരു ഫാക്ടറാണ്. അവർക്കൊരു സിസ്റ്റമിക് വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല, ഡയബറ്റിക് ഉണ്ട്. ഡയബറ്റിക് വരുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരും, ഡയബറ്റിക് ഇമ്പോർട്ടൻസി വരും. അപ്പൊ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റണ കോക്ക കൊടുക്കാം. അപ്പൊ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നതൊക്കെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിലല്ല, അല്ലാതെ നമുക്ക് മറ്റ് കംപ്ലൈൻസിനൊക്കെ ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ കേസ് എടുക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കുമല്ലോ, എന്താ കുട്ടികൾ എത്രയുണ്ട്, നമ്മൾ അവരുടെ മറൈറ്റൽ സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പൊ നമുക്ക് അവരറിയാതെ തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ്. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ അടുക്ക ഒരു കുട്ടി വന്നത് സിവിയർ ടോൺസിലൈറ്റിസ് ആയിട്ടാണ് വന്നത്. 2 ടോൺസിൽസും എൻലാർജ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് സൈഡിലാണ് ടോൺസിൽസ് വരിക. അപ്പൊ പിന്നെ നമ്മൾ കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു, 5-6 വർഷമായി. കുറെ ഇത് ഫസ്റ്റ് കേസായിട്ട് നമ്മുടെ അടുത്ത് വരില്ലല്ലോ, കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ എൻ്റെ ടോൺസിലൈറ്റിസ് ഒന്ന് മാറ്റിയതായത്, തൊണ്ടവേദന വന്ന് ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞ ഒരു കേസില് നമ്മൾ ടോൺസിലൈറ്റിസിന് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കറക്റ്റായിട്ട് മയസ്മാറ്റിക് ഡ്രഗ് നമുക്ക് കൊടുക്കാം. അതല്ല, എനിക്ക് അനുഭവം കിട്ടിയത് ഓൾട്ടർനേറ്റ് സൈഡ് ടോൺസിലൈറ്റിസ് വരുമ്പോൾ അതിന് ലാക്കാനിനമാണ്. അപ്പൊ ലാക്കാനിനത്തിന്റെ കൂടെ പീരീഡ്സിന് മുമ്പ് ഒരു ബ്രസ്റ്റ് ഹെവിനെസ്സും ബ്രസ്റ്റ് പെയിനും കൂടെ അതും പറഞ്ഞ് അവര് ആ ടോൺസിലൈറ്റിസ് കൺട്രോൾ ആയി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോ ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ടില് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. ഇനി ഫൈബ്രോയിഡ് സർജറി ചെയ്താലേ എനിക്കിനി കൺസീവ് ആകാൻ പറ്റുള്ളൂ എന്ന് വെച്ചു. ഫൈബ്രോയിഡ് അവിടെ ഇരുന്നോട്ടെ, അതിന്റെ കൂടെ കൺസീവ് ആകാം എന്ന് പറഞ്ഞ് അത് ഈ ലാക്കാനിന്റെ കൂടെ തന്നെ കൊടുത്തത് മെർക്ബിൻ അയഡൈഡ് ആണ് കൊടുത്തത്. മെർക്ബിൻ അയഡൈഡ് ഫൈബ്രോയിഡിന് നല്ലതാണ്, ടോൺസിലൈറ്റിസിന് നല്ലതാണ്. അപ്പൊ നമ്മൾ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനല്ല വന്നത് ടോൺസിലൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിനാണ്. അപ്പൊ ഒരു കംപ്ലൈന്റ് വന്ന് ഒന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടി, കൺസീവ് ആവുകയും ചെയ്തു. അതാണ് നമ്മളൊരു പർട്ടിക്കുലർ
ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലാന്ന് വന്ധ്യത എന്ന് പറഞ്ഞ് വരാത്തതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ്. അനുഭവം ഇനിയൊരു അനുഭവം പറയും ഞാൻ. ഇങ്ങനെ പറഞ്ഞാൽ മതി ശൈല? ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ? അതെ. ഇനി ഒരു നമ്മള് പൈൽസ്, പ്രൊട്രൂഡിങ് പൈൽസ് എന്ന് പറഞ്ഞിട്ട് പൈൽസിന്റെ കേസൊക്കെ നമുക്ക് ഒത്തിരി വരുമല്ലോ അല്ലെ? അപ്പൊ വരുമ്പോ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമല്ലോ. കേസ് ഹിസ്റ്ററി എടുക്കുമ്പോ പൈൽസിന് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ? ഒരു ഹെമറേജിക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഏസ്കുലസ് കൊടുക്കും, ഹെമാമിലിസ്. ഈ സെയിം മെഡിസിൻ തന്നെയാണ് വെരിക്കോസീലിലും കൊടുക്കുക. അപ്പൊ ഒരു പൈൽസ് കംപ്ലൈന്റ് ഉള്ള ഒരു പേഷ്യന്റിന് വെരിക്കോസീലുണ്ട്, കൗണ്ട് കുറവാണെങ്കിൽ ഇത് രണ്ടിനും ഉപകാരമാകും. പൈൽസും കുറയും, നമ്മുടെ വെരിക്കോസീലും കുറയും. അതിന്റെ അങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് റൂട്ടസിയം കൊടുത്തിട്ട് പ്രൊട്രൂഡിങ് പൈൽസും മാറി, അയാളുടെ കൗണ്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. പൈൽസിന്റെ കംപ്ലൈന്റിന് വന്നു, പിന്നെ സംസാരിച്ച് കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോഴത്തേക്കും കൗണ്ട് കുറവാണ്. അപ്പൊ പഴയ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നോക്കി. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പൈൽസിന് കൊടുത്ത മെഡിസിൻ കൊണ്ട് തന്നെയാണ് കൗണ്ട് കൂടിയതും അയാളുടെ ഇൻഫെർട്ടിലിറ്റി സക്സസ് ആയത്. ഓക്കെ, ഇനി കേസ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? ഇനി നമ്മൾ ഒക്കുപേഷൻസ് നോക്കും. ഒക്കുപേഷൻ എന്താണെന്ന് ചോദിക്കും. ഒക്കുപേഷൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുക്ക ഉറക്കം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ചോദിക്കാം മാഡം. ആമുഖമായി പറഞ്ഞു തരുമ്പോ ചോദിക്കാനൊക്കെ ചിലർ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ രാത്രിയിലൊക്കെ ഇപ്പൊ ഇന്നത്തെ IT ഫീൽഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, രാത്രി പകലാക്കി ജോലി ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത് ഈ രാത്രിയിൽ ജോലി ചെയ്യുന്ന, രാത്രിയിലല്ല, ഈ IT ഫീൽഡിലുള്ള ആൾക്കാർ കൂടുതലും നമ്മുടെ അടുത്ത് വരിക സ്പോണ്ടൈറ്റിസ് അല്ലെ, സെർവൈക്കൽ സ്പോണ്ടൈറ്റിസ് ആയിട്ട് വരും. സെർവൈക്കൽ സ്പോണ്ടൈറ്റിസ് ആയിട്ട് വരും, തലവേദനയായിട്ട് വരും, മൈഗ്രെയിൻ ആയിട്ട് വരും, ഷോർട്ട് ടെമ്പർ ആയിട്ട് വരും. അപ്പൊ അവരുടെ സമയമല്ലാത്ത സമയത്തുള്ള ഭക്ഷണ രീതി, പിന്നെ ഉറക്കം നിൽക്കല്, പിന്നെ അങ്ങനെ വരുന്ന ഒരു കേസില് ഭയങ്കര നമ്മള് ഡെഡിക്കേറ്റഡ് ടു വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മള് നക്സോമിക്ക കൊടുക്കുക അല്ലെ. ഞാൻ നക്സോമിക്ക കൊടുക്കുക. അപ്പൊ നക്സോമിക്ക കൊടുക്കുമ്പോൾ നമുക്ക് സ്പോണ്ടലൈറ്റിസും കുറയും, കൈകാലൊക്കെ തരിപ്പുണ്ടെങ്കിൽ അതും കുറയും, അവരുടെ ഷോർട്ട് ടെമ്പറും കുറയും. അതിന്റെ കൂടെ നക്സോമിക്ക വെരിക്കോസീലിന് ഒരു ബെസ്റ്റ് മെഡിസിനാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റിയില് വെരിക്കോസീല് കറക്റ്റ് ചെയ്യാനായിട്ട് നക്സോമിക്ക വളരെ നല്ല മെഡിസിനാണ്. അപ്പോ രാത്രി ഉറക്കം നിൽക്കുക അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ ഞാൻ സാധാരണ കൊടുക്കുക നക്സോമിക്ക പേഷ്യന്റ് ആണെങ്കിൽ നക്സോമിക്ക CM തന്നെയാണ് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ നമുക്ക് അവരുടെ ബാക്കി സിംറ്റംസും കൂടെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അശ്വഗന്ധ, അങ്ങനെ ബാക്കി സിംറ്റംസും കൂടെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാം. അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു ഒക്കുപേഷൻ വൈസ്. പിന്നെ ഒക്കുപേഷൻ വൈസ് ഇപ്പൊ നമ്മള് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ PCOD ഈ മസ്റ്റായിട്ട് മിക്ക കുട്ടികൾക്കും കാണും അല്ലെ. അപ്പൊ അവിടെ ഒരു ഓവലേഷൻ സാധ്യതയില്ലാത്ത ഒരു കേസ്. അപ്പൊ അവരുടെ ഡയറ്റും എക്സസൈസും ഒക്കെ പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ PCODക്ക് ഉള്ളത് കൊടുക്കുമ്പോൾ അവരുടെ ഇൻഫെർട്ടിലിറ്റി കംപ്ലൈന്റ് കറക്റ്റായി കാണുന്നുണ്ട്. ഇനി നമ്മൾ കേസ് എടുക്കുമ്പോൾ ഇപ്പൊ ഇനി വരുന്നൊരു ആസ്മ കേസാണ് വരുന്നത്. ആസ്മയുള്ള പേഷ്യൻ്റാണ് വരുന്നത്. ആസ്മ കേസ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ എനിക്കൊക്കെ എന്റെ കാര്യം നമ്മൾ കേസ് എടുത്ത് നമുക്ക് ആർസാൽബ് വരും അല്ലെ. ആർസാൽബ് ആസ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ. ഈ ആർസാൽബ് തന്നെ ആന്റിസ്പം ആന്റിബോഡി മാറാനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ആർസാൽബ് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫെർട്ടിലിറ്റിയും കൂടെ ജോയിന്റ് ആയിട്ട് വന്നൊരു ആസ്മ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഞാനാണെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന മെഡിസിൻ ആർസാൽബ് തന്നെയായിരിക്കും. അവരുടെ പ്ലസ് അവരുടെ നമ്മൾ ആന്റിസ്പം ആന്റിബോഡി നോക്കി ടോർച്ച് ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ആർസാൽബിൽ തന്നെയാണ്
പിന്നെ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് ബാക്കി സിംറ്റംസ് നോക്കിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അങ്ങനെ വരും. അതങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി വരിക യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരാം അല്ലെ. അപ്പൊ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോ വരുന്നു? മെൻസസിന് മുമ്പ് വരുന്നു, അല്ലെങ്കിൽ ഡ്യൂറിങ് മെൻസസ്, ബിഫോർ മെൻസസ്, അല്ലെങ്കിൽ ആഫ്റ്റർ മെൻസസ്, അല്ലെങ്കിൽ മെൻസസിനോട് ചിലർ വന്ന് പറയാറുണ്ട് പീരീഡ് വരുമോ എന്നുള്ളത് അറിയുന്നത് യൂറിനറി ഇൻഫെക്ഷനോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് ആ രീതിയിൽ നമുക്ക് അവർക്ക് ക്യാന്താരിസ് ഒരു വളരെ നമുക്ക് സെക്ഷൽ ആപ്പിറ്റേറ്റ് കുറവുള്ളവർക്ക് വളരെ നല്ല മെഡിസിനാണ് ക്യാന്താരിസ്. പ്ലസ് അത് യൂറിനറി ഇൻഫെക്ഷനും കൂടെ കട്ടൻ ചായയിൽ ഇട്ട് കഴിക്കാൻ പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല മെഡിസിനാണ് ക്യാന്താരിസ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ. കട്ടൻ ചായയായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞു? കട്ടൻ ചായയില് ക്യാന്താരിസ് ടിഞ്ചർ ഇട്ടു കൊടുക്കും. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയാ? താല്പര്യം സെക്ഷൽ ഡ്രൈവ് ഇല്ല എന്ന് പറയും. ഓഹോ. ക്യാന്താരിസ് ടിഞ്ചറിൽ ഇത് ക്യാന്താരിസ് ടിഞ്ചർ കട്ടൻ ചായയിലിട്ടു. അപ്പൊ പെട്ടെന്ന് ചേഞ്ച് വരും കേട്ടോ. അതിന്റെ കൂടെ ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് ആണെങ്കിൽ ഒരു ഒണോസ്മോഡിയം കൂടെ കൊടുക്കും. ഒണോസ്മോഡിയം സ്ത്രീകൾക്ക് കേട്ടോ, സ്ത്രീകൾക്ക് ഒണോസ്മോഡിയം കൊടുക്കാം. പുരുഷന്മാർക്കാണെങ്കിൽ അല്ല, ഇത് ക്യാന്താരിസും കട്ടൻ ചായയും പറഞ്ഞത് ലേഡീസിനാണോ ജെന്റ്സിനാണോ? ലേഡീസിന് രണ്ടുപേർക്കും കൊടുക്കും, രണ്ടുപേർക്കും. പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് പറയില്ലേ, ഒട്ടും താല്പര്യമില്ല. അപ്പൊ നമുക്ക് ഈ കട്ടൻ ചായയില് ക്യാന്താരിസ് ഇട്ട് കൊടുക്കാം, അതിന്റെ കൂടെ ഒണോസ്മോഡിയം. പുരുഷന്മാർക്കാണെങ്കിൽ നമുക്ക് അവർക്ക് സെപ്പിയ ഒരു ഹൈപ്പർടെൻസി കൊടുത്തിട്ട് ക്യാന്താരിസ് കൊടുക്കാം. പിന്നെ ട്രിപ്പിളസ്, ഡാമിയാന അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് പിന്നെ അക്കോർഡിംഗ് ടു അത് വീക്ക്നെസ് അല്ലേ കൂടുതലും? അതെ, വീക്ക്നെസ്. ഇതൊക്കെയാണ് നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി അല്ലാതെ വന്ന് നമ്മുടെ അടുത്ത ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഇതിനെയും കൂടെ ഇൻഫെർട്ടിലിറ്റിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെന്നാണ് പറയേണ്ടത് പറഞ്ഞാലും. ഓക്കെ, അപ്പോ ശാന്താചന്ദ്രൻ മാഡത്തിന് ആമുഖമായി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്, ചോദ്യോത്തര വേളയാണ്. അപ്പൊ എല്ലാവരും അവരവർക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോഴേക്കും മറിയാമ്മ ഡോക്ടർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു. മറിയാമ്മ ഡോക്ടർ ചോദിക്കും. മറിയാമ്മ ഡോക്ടർ കോഹോസ്റ്റ് അല്ലേ? മറിയാമ്മ ഡോക്ടർ കോഹോസ്റ്റ് ആണോ? ഇല്ലേ, കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് ആണല്ലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടറെ. മറിയാമ്മ ഡോക്ടറെ സംസാരിക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു കേസ് മറ്റു കേസുകൾക്ക് വേണ്ടിയിട്ട് ഫാമിലി ഹിസ്റ്ററി വരുമ്പോഴും നമുക്ക് അതിന്റെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അറിയാമോ ഡോക്ടർ പറഞ്ഞു? അറിയാമോ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ? അറിയാമോ ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. അല്ല, ഞാന് ക്ലിയർ കുറവുണ്ടല്ലോ മറിയാമ്മ ഡോക്ടർക്ക്. ഇപ്പൊ ശരിയായി. ലൈറ്റ് ചോദിച്ചോളൂ. അല്ല, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല ചോദിക്കുന്നത്. മാഡം ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഈ എബ്സിന്തിനം എന്ന് പറയുന്നത് ഏത് പൊട്ടൻസിയാ കൊടുക്കണ്ടേ? എബ്സിന്തിനം നമുക്ക് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്രിമച്വർ മെനപ്പോസ് എന്നുള്ളത്. അത് 200 തുടങ്ങിയിട്ട് എന്റെ ക്വസ്റ്റ്യൻ ചെയ്യരുത്, ഞാൻ കൊടുക്കുന്നത് ഒരു 10 കൊടുത്തിട്ട് 30 ഒന്നിച്ച് തന്നെ 30 റിപ്പീറ്റഡ് ഡോസ്. അതുപോലെ തന്നെ ലെസിത്തിൻ ഓവറി, ലെസിത്തിൻ 3x
അത് ഓവേറിയൻ ഇൻസഫിഷ്യൻസിക്ക് ലെസിത്തിൻ വളരെ നല്ല മെഡിസിൻ. അത് AMH കൂട്ടാൻ പറഞ്ഞതിനകത്ത് മാഡം പറഞ്ഞത് AMH കൂട്ടാനായിട്ട് കുറുക്കുമ ടിഞ്ചറോ ലെസിത്തിൻ ഓവർ 3x, ഓവറി 3x, 3x. ഒലിയം ജാക്ക് 3x, അതും AMH AMH. AMH കുറവും അല്ലെങ്കിൽ AMHലെ അപാകതകൾ കൂടുതലോ കുറവോ പ്ലസ് ഈ ഇതില് PCODയില് ഹിർസൂട്ടിസം ഉള്ള കുട്ടികളില്ലേ നിറയെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള അവർക്ക് ഈ ഒലിയം ജാക്ക് കൊടുത്താല് കുറച്ചു നാൾ കൊടുക്കണം. കൊടുക്കുമ്പോ ഈ ഹെയർ പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. ഏതാണ് ഒലിയം ജാക്ക് 3x, പിന്നെ തൂജ അത് പൊട്ടൻസി ഏതാ? അത് 30 കൊടുക്കാം. അതുപോലെ മെയിൽ ഡയബറ്റിക് ഇമ്പോർട്ടൻസിക്ക് കൊക്ക പറഞ്ഞത് ഡയബറ്റിക് ഇമ്പോർട്ടൻസി. ഡയബറ്റിക് പേഷ്യൻസ് അല്ലേ കൊക്ക ടിഞ്ചർ 10 തുള്ളിയൊക്കെ കൊടുക്കാം. 10-20 തുള്ളി കൊടുക്കാം. അതിന്റെ കൂടെ ആസിഡ് ഫോഴ്സും കൂടെ കൊടുക്കാം. ഡയബറ്റിക് അല്ലേ, അപ്പൊ ആസിഡ് ഫോഴ്സ് ഹൈപ്പോട്ടൻസി കൊടുക്കാം. 10 കൊടുക്കാം. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ, എക്സ്പീരിയൻസ്. ലാക്കനീനും ടോൺസിലൈറ്റിസ് വന്ന പേഷ്യന്റ് ലാക്കനീനും കൊടുത്തല്ലോ. ലാക്കനീനത്തിന് നമ്മള് മൈഗ്രെയിൻ പറയില്ലേ, ഇപ്രാവശ്യം റൈറ്റ് സൈഡ് വന്നാൽ പിന്നെ ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ ടോൺസിലൈറ്റിസും റൈറ്റ് സൈഡ് വന്നാൽ ലെഫ്റ്റ് സൈഡ്. പിന്നെ ഈ ലാക്കനീനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഓവുലേഷൻ ഒക്കെ ആൾക്കാരാകുമ്പോൾ നല്ല ബ്രസ്റ്റ് ഹെവിനെസ്സും വേദനയും വരും. അതും കൂടെ പറയാറുണ്ട്. അപ്പൊ ഒരു പേഷ്യന്റ് വരിക, ഒരു മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് സൈഡ് വരും, പിന്നെ ഈ ബ്രസ്റ്റ് ഹെവിനെസ്സും ഓവുലേഷൻ കഴിയുമ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ലാക്കാനിനത്തിന് ലാക്കാനിനും 10 കൊടുക്കാം. 10 കൊടുത്തിട്ട് പിന്നെ ടോൺസിലൈറ്റിസ് ഞാൻ അങ്ങനെയാണ് ആ പേഷ്യന്റ് കൊടുത്തത്. അവരുടെ ഫൈബ്രോയിഡും കുറഞ്ഞ് കൺസീവ് ആവുകയും ചെയ്യും. അതിന്റെ കൂടെ ബർബിനൈഡ് അതിന്റെ പൊട്ടൻസിയോ 3x പൗഡർ തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ പൗഡർ കൊടുക്കാം. അത് ഫൈബ്രോയിഡ് യൂട്രസിന് നല്ലതാണ്. ടോൺസിലൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റിന് യൂട്രൻ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ബർബിനൈഡ് വളരെ എഫക്റ്റീവ്. അത്രയുമാണ് ഇപ്പൊ പറഞ്ഞതില് സംശയം വന്നത്. അതുപോലെ മാഡം ആ കേസ് ടേക്കിങ് നമ്മളിപ്പോ ഓക്യുപ്പേഷൻ വരെ ആയുള്ളൂ, ബാക്കിയും കൂടെ ഓക്യുപ്പേഷൻ വരെ ആയുള്ളൂ. അല്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഓക്യുപ്പേഷൻ വരെ ആയുള്ളൂ. ഓക്യുപ്പേഷൻ പറഞ്ഞ പിന്നെ മറൈറ്റൽ സ്റ്റാറ്റസ് അല്ലെ, മറൈറ്റൽ സ്റ്റാറ്റസ് ആണ് പിന്നെ നമ്മൾ ചോദിക്കുക. അപ്പൊ ഒരു ലവ് മാരേജ് ആണ്, അപ്പൊ 2 വീട്ടിലും ഒരു ഹൈ ഹസ്ബൻഡും ഒരു ലോ ഫാമിലി എന്നുള്ള വൈഫും ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ തിരിച്ചാണെന്നെങ്കിലും വിചാരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ സേഡ് സാറിന്റെ പ്രിസ്ക്രിപ്ഷനാണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫിസാഗിരിയ 10 ആണ് ഞാൻ കൊടുക്കുക. ഇനി ഇൻഫെർട്ടിലിറ്റി അല്ല, ഇനി വേറെ എന്ത് കംപ്ലൈന്റ് വന്നാലും ഇപ്പൊ നമുക്ക് കുടുംബ പ്രശ്നങ്ങളായിട്ട് വരും, മാനസിക പ്രശ്നം, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ അടുത്ത് വരില്ലേ. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ ടെൻഷനാണ്, തലവേദനയാണ്, മൈഗ്രെയിൻ ആണ്, കുട്ടികളും ഇല്ല, പിന്നെ എന്തിനാ ജീവിക്കണത്, ഞങ്ങള് ലവ് മാരേജ് ആണ്, ഇറങ്ങിപ്പോന്ന് കല്യാണം കഴിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന പേഷ്യൻസിന് നമുക്ക് ഈ സ്റ്റാഫിസാഗിരിയ കൊടുക്കാം. പിന്നെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൗൺസിലിങ്ങും പിന്നെ അവീന സറ്റൈവ ടിഞ്ചർ, അവൈന അശ്വഗന്ധ അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കാം. അത് ഈ മറൈറ്റൽ ലൈഫില് ഒരസലുകളൊക്കെ വരും. ഞാൻ പറഞ്ഞ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് വരുന്ന ട്രീറ്റ്മെന്റിനല്ല, എന്ത് ട്രീറ്റ്മെന്റിന് വരുമ്പോഴും നമ്മൾ കേസ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് പറയില്ലേ, അവര് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ കുട്ടികളും ഉണ്ടായില്ല ഡോക്ടറെ ഇതുവരെ, പിന്നെ എന്തിനാ ജീവിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്ക് ഇവർക്ക് സ്റ്റാഫിസാഗിരിയ. പിന്നെ ചിലര് പറയും മൈഗ്രെയിനൊക്കെ ആയിട്ട് വരുമല്ലോ, മൈഗ്രെയിൻ
അല്ലെങ്കിൽ വേറെ അങ്ങനെ ആസ്മ അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻസ് ആയിട്ട് വരുമ്പോൾ അതും ലവ് മാരേജ് ആണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഇനിയിപ്പോ കുട്ടികളായില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുമ്പോൾ കുട്ടികളില്ല, കുട്ടികളായില്ലെങ്കിലും കുഴപ്പമില്ല ഡോക്ടർ, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. ഇപ്പൊ ടൂ മച്ച് ലവ് അവിടെ വരുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും നാട്രമൂറും ടെന്നം കൊടുത്തിട്ട് പിന്നെ ബാക്കി അവരുടെ സിംറ്റം അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോകും. അവരെന്ത് കംപ്ലൈന്റിനാണോ വരുന്നത് ആ കംപ്ലൈന്റിനുള്ള മെഡിസിനും കൂടെ കൊടുക്കുക. നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ ഒരു കംപ്ലൈന്റിന് ഒരു മെഡിസിൻ അല്ലല്ലോ, ഒരു പേഷ്യന്റിനുള്ള മരുന്നല്ലേ. അപ്പൊ അത് എല്ലാവരുടെയും അത് ആക്ട് ചെയ്യും. അതാണ് നാട്രമൂർ. പിന്നെ ഇനി വരുന്ന ഫിസിക്കൽ ജനറൽസ് അല്ലേ, മൈറ്റൽ സ്റ്റാറ്റസ്, ഏജ്, ഒക്കുപേഷൻ, പിന്നെ എന്താ നമുക്ക് ഫിസിക്കൽ ജനറൽ പറഞ്ഞു. ഇപ്പൊ ആപ്പിറ്റൈറ്റ് നമ്മൾ നോക്കി, ആപ്പിറ്റൈറ്റ് ഭയങ്കര. ഇപ്പൊ നമ്മൾ കേസ് ടേക്കിംഗ് കഴിഞ്ഞു, ഒരു തൈറോയ്ഡ് പേഷ്യന്റ് ഒക്കെയാണ്. അപ്പൊ ഒരു ഭയങ്കര ആപ്പിറ്റൈറ്റ്, നമ്മൾ ഒരു അയഡത്തിന്റെ ഒക്കെ ഒരു കംപ്ലൈന്റ് ഒരു ഇതിലേക്ക് വരിക, കഴിക്കണോ, തൈറോയ്ഡ് കംപ്ലൈന്റ് ഉണ്ട്, വെരിക്കോസിലുണ്ട്, പിന്നെ കുട്ടികളായിട്ടില്ല, കൗണ്ട് കുറവുണ്ട്, മെലിഞ്ഞിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യം ഒരു അയഡം CM കൊടുക്കും. ഒരു ഒറ്റ സിംറ്റത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അയഡം CM കൊടുത്തിട്ട്, പിന്നെ അയഡം CMഉം ഈ വെരിക്കോസിലിന് വളരെ നല്ല മെഡിസിൻ. എന്ന് വെച്ചാല് ആ പേഷ്യന്റിന് എന്ത് കഴിച്ചാലും, ഞാൻ എടുക്കുന്ന 3 സിംറ്റമാണ് ഞാൻ എടുക്കുക. എന്ത് കഴിച്ചാലും ഗ്യാസ്, പിന്നെ ഭയങ്കര വിശപ്പ്, ഭക്ഷണം കഴിച്ചാലും മെലിയുന്ന, പിന്നെ നമ്മൾ ബാക്കി പ്രൊഫൈലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തൈറോയ്ഡ് കംപ്ലൈന്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അയഡത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, വെരിക്കോസിലിന് നല്ലൊരു ആക്ഷൻ. അതുപോലെ തന്നെ അയഡം പറയുമ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അട്രോഫീഡ് ടെസ്റ്റിസ്, അട്രോഫീഡ് യൂട്രസ്, അട്രോഫി പെനിസ്, അങ്ങനെ വരില്ലേ. അപ്പൊ അട്രോഫീഡ് യൂട്രസിനൊക്കെ വരുമ്പോ കാലി അയഡൈഡ് ഒക്കെ നല്ല മെഡിസിനാണ്. സാബൽ സെർലാറ്റ്, അങ്ങനെ അയഡത്തിനും അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി പറഞ്ഞു, മെൻസ്ട്രൽ ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി, പ്രസന്റ് ഹിസ്റ്ററി നമ്മൾ എടുത്തു, അവരുടെ രോഗങ്ങളും രോഗത്തിനനുസരിച്ച് കൊടുത്ത്. പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഒരു നേരത്തെ ഒരു അബോർഷൻ ഉണ്ടായി അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വെച്ച് നോക്കുമ്പോൾ ആ പാസ്റ്റ് അബോർഷന് പ്രിവെന്റ് ചെയ്യാനുള്ള നമ്മളപ്പോൾ പിന്നെ ബാക്കി ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും, ടോർച്ചൊക്കെ നോക്കേണ്ടി വരും. എന്നിട്ട് അതിന് സിഫിലിനം, മെഡോർണം അതങ്ങനെ കൊടുത്തിട്ട് സെൻസിഫുക കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക അടുത്ത പ്രഗ്നൻസി വരെ. സെൻസിഫുക ടിഞ്ചർ തുടങ്ങിയിട്ട് പൊട്ടൻസി വരെ കൊടുക്കുക. ഞാൻ കൊടുക്കല് 30 കൊടുക്കല്. കേസ് ടേക്കിങ്ങും കൂടെ മറന്നുപോയി, വേറെ എന്തൊക്കെയാണ് ചോദിക്കുക. കേസ് ടേക്കിങ്ങിന്റെ അടുത്തത് വരണ എങ്ങനെയാ? അടുത്തത് നമ്മള് ഫിസിക്കൽ ജേർണല്, പെർസ്പിറേഷൻ, തെർമൽ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂട് പേഷ്യന്റ് ആണെങ്കിൽ നമ്മള് അങ്ങനെ അയഡം തന്നെ വരുമല്ലോ അല്ലേ, അയഡം വരും. ഒരാള് ചോദിച്ചിട്ടുണ്ട് ഹൈ 7 pH. ഹൈ 7 pHന് നമുക്ക് ബെസ്റ്റ് മെഡിസിൻ, അവര് മിക്കവാറും ഭയങ്കര ഗ്യാസ് പേഷ്യന്റ്, നാട്രം ഫോസ് ആണ് അവരുടെ. നാട്രം ഫോസ് ഒരു ഹൈപ്പോട്ടൻസി കൊടുത്തിട്ട് നാട്രം ഫോസ് 6x കൂടെ കൊടുക്കാം, അപ്പൊ ഹൈ pH കുറയും. പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട്. ഡോക്ടർ സോയ ഈപ്പനാണ് ചോദിച്ചത്, അപ്പോ തൃപ്തയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നാട്രം ഫോസ് ആണ് കേട്ടോ, pH. ഓക്കെ മാഡം, അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെ വീഡിയോ ഓൺ ചെയ്ത് ചോദിക്കാം. ആ ചോദ്യങ്ങളൊക്കെ പോരട്ടെ. മറിയാമ്മ ഡോക്ടർ ചോദിക്കുന്നില്ലേ?
എൻഡോമെട്രിയം വീണ്ടും പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടർ, മ്യൂട്ട് ചെയ്തേ. അറിയാമോ ഡോക്ടർ, ഞാൻ ഹോസ്റ്റൽ ഇല്ലാത്തോണ്ടാണ് കോ ഹോസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ നോക്കിയത്. ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സേഡ് സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടു സാറോട് ഉണ്ട്. സേഡ് സാറുണ്ടോ? ഉണ്ട്. കാണുന്നില്ല. നമസ്കാരം. നമസ്കാരം. സേഡ് സാറിന്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആ ഡയറിയും കൂടെ എന്റെ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ കുറെ നേരമുണ്ട് സേട്ടു സാറിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ സാറേ. എന്തായാലും അങ്ങനെ പേര് പറഞ്ഞപ്പോ എന്തായാലും സാർ എത്തിയിട്ടുണ്ട്. നാട്രമൂറും സ്റ്റാബിസാഗിരിയും ഒക്കെ സേഡ് സാർ പറഞ്ഞു തന്നതാണ്. കുറെ നേരമുണ്ട് സേട്ടു സാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യാനേ പറ്റൂ. ഓക്കെ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമായി. ഞാൻ പഠിപ്പിച്ച ഇപ്പൊ ഒരാളെ റീപ്രൊഡക്ട് ചെയ്യുമ്പോഴേ സന്തോഷം വേറെയാ. സാറ് ധന്യനാണ്. ഞാൻ ധന്യനായി. സാറിന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? സ്റ്റോക്ക് ഉണ്ട്. അതെ. സാറിനോട് ചോദിക്കട്ടെ ഒരു 6 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെൻസസ് വരാതിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പ്രായത്തിന് എന്താ പ്രായം? പ്രായം ഒരു 20-22 വയസ്സ്. തൈറോയിഡിന് 10 കൊടുത്തിട്ട് പൾസാറിന് 10 കൊടുക്കണം. തൈറോയിഡിന് 10 കൊടുത്തിട്ട് 10 കൊടുക്കണം. അതിന്റെ ഒരു മാസം കഴിഞ്ഞിട്ട് പൾസാറിന് 10 കൊടുത്താൽ മനസ്സിലാവും. വേറെ ടിഞ്ചേഴ്സ് എന്തെങ്കിലും കൊടുക്കണം? വേണ്ട, ഒന്നും വേണ്ട. തൈറോയിഡിന് 10 കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാ പൾസാരിന്റെ എത്ര ദിവസം കൊടുക്കണം? ഏറ്റവും മോർണിംഗ് ഒരു മാസം ആകുമ്പോഴത്തേക്കും പൾസാറിന് 10 കൊടുത്താൽ മതി. തൈറോയിഡിനും 10 കൊടുത്തിട്ട് ഒരു മാസം കഴിയുമ്പോ പൾസാറ്റില 10. തൈറോയിഡിനും 10 2 ഡോസാണ് സാർ പറഞ്ഞത്. 2 ഡോസാണ് സാർ പറഞ്ഞത്. തൈറോയിഡിനും 10 2 ഡോസാണോ സാർ പറഞ്ഞത്? 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്. അതിന്റെ നൈറ്റ് ആൻഡ് മോർണിംഗ്. ഓക്കെ. പൾസാറിന്റെ നൈറ്റ് ആൻഡ് മോർണിംഗ് ആണ് കേട്ടോ. PCODയിലല്ലേ PCOSലല്ലേ അങ്ങനെ വരുന്നത്? അപ്പൊ ഈ ഹോർമോൺസ് ഒക്കെ ഹോർമോൺ വേരിയേഷൻ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിരിക്കും, ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിരിക്കും, ഇൻസുലിൻ കൂടുതലായിരിക്കും. അപ്പൊ അത് തൈറോയിഡിനെ കറക്റ്റ് ചെയ്യും അല്ലേ? ഹിർസൂട്ടിസത്തിന് ഒലിയം ജാക്കും തൂജയാണ് ഞാൻ കൊടുക്കല്. ഒലിയം ജാക്ക് കൊടുക്കാം, പിന്നെ ബോറാക്സ് കൊടുക്കാം. ബോറാക്സ് 10. കോർട്ടിസോണിനും ആക്ഷൻ ഉണ്ട്. കോർട്ടിസോൺ കൂടെ കൊടുക്കാം. അതെ. ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ട് ആളിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരെയാണോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എന്താ ചോദ്യം? മൊത്തം വായിച്ചില്ല, അതിന് മുമ്പ് ഇതായിപ്പോയി. ഞാൻ വായിക്കാം സാറേ. ചാറ്റ് ബോക്സില് സാറേ ഈ ഓവലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഓവലേഷന് നമ്മള് ഫോളിക്കുള്ളും കൊടുക്കും, അതല്ലാതെ പിന്നെ നമുക്ക് കൊടുക്കണം. കൊടുക്കണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പ്ലാറ്റിന ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ്.
A patient every year menses absent 3 years. ആ Every year menses since 3 years. Every yearലേ ഉള്ളൂ. എവരി ഇയറില് Every year menses ദിവ്യശ്രീ ഒന്ന് since വിളിച്ചാൽ 3 years. വർഷത്തിൽ 3 വർഷമായിട്ട് വർഷത്തിൽ ഒരിക്കലേ മെൻസസ് ഉള്ളൂ. മെൻസസ് വരുവുള്ളൂ. അതെ. ആ ചൈന ആ ചൈന ഹയർ പൊട്ടൻസി കൊടുത്താൽ മതി. ദാ ചൈന ഇങ്കോണ ചൈന ഹൈപ്പോട്ടൻസിയോ. ഹൈപ്പോട്ടൻസി. ദിവ്യശ്രീ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ദിവ്യശ്രീ അല്ലേ? ഹലോ ഡോക്ടറെ. സാറേ ഒരു പേഷ്യന്റ് 3 years ആയിട്ട് PCOS ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആയെങ്കിലും ഇപ്പൊ 3 വർഷമായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ തന്നെ 3 മാസം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസം ആബ്സെന്റ് ആയിരിക്കും പീരീഡ്സ്. നമ്മൾ മെഡിസിൻ കൊടുത്താലും ആ സമയത്ത് വരുന്നില്ല. ജൂൺ ജൂലൈ ആഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് കറക്റ്റ് ആ ഒരു സമയത്താണ് അവർക്ക് ആബ്സെന്റ്. ആ 3 month പീരീഡ്സ് ഇല്ല. പൾസാറിലെ ഒന്ന് കെന്നിട്ട് വായിച്ചു നോക്കും കേട്ടോ. ഞാൻ ഹൈപ്പോട്ടൻസീവ് ഓക്കെ ഞാൻ 10 വരെ കൊടുത്തു. PCOD ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഹോർമോൺസ് ഒക്കെ നോർമലായി. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ 2 month ആയിട്ട് ഇപ്പൊ ആയിട്ടില്ല. അപ്പം തൈറോയിഡിനും ഇൻട്രക്കറന്റ് കൊടുക്കും. തൈറോയിഡിന് ഇൻട്രക്കറന്റ് കേട്ടോ. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. സാറ്റില കൊടുക്കുമ്പോ എനിക്കൊരു അനുഭവം ഉള്ളത് CM ആണ് കൂടുതൽ ആവശ്യം ഇങ്ങനത്തെ കേസ്. പൾസാറില്ലാതെ CM വരെ പോകാൻ കേട്ടോ. എണ്ണം കൊണ്ട് നിൽക്കണ്ട. കാരണം കുറച്ചുകൂടെ ഹൈപ്പോട്ടൻസി കൊടുത്തിട്ട് വേണം കൊടുക്കണ്ടേ. എണ്ണം കൊടുത്തിട്ട് വേണം CM കൊടുക്കാനായിട്ട് അല്ലേ? എണ്ണം ശേഷം 50 ml CM കൊടുത്താൽ മിക്കവാറും ശരിയാവും. അതും ശരിയായില്ലെങ്കിൽ തൈറോയിഡിനെ കൊടുത്തിട്ട് വേണം കൊടുക്കാം. ഓക്കെ. ദിവ്യശ്രീ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. എന്നാലേ ചോദിക്കാനൊക്കൂ. അറിയാമോ ഡോക്ടർ പോയോ? ഇല്ല, ഞാൻ ഉണ്ട്. അയ്യോ എനിക്ക് മുമ്പിൽ ഇരുന്നിട്ട് കാണാൻ വയ്യ. ഈ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ ഫോളിക്കുലിനും പറഞ്ഞില്ല, അത് ഓഫോറിനും എങ്ങനെയാണ് മാഡം? ഫോറിനും കൊടുക്കാറുണ്ട്. ഫോളിക്കുലിനുമാണ് ഫോളിക്കുലിനും കൊടുക്കും. ഫോളിക്കുലിനും ഏത് പൊട്ടൻസിയാണ്? ഹൈപ്പോട്ടൻസി വണ്ണം. സാറ് പൾസാറ്റിലെയും പ്ലാറ്റിനെയും പറഞ്ഞു. പ്ലാറ്റിന് ഓവം മെച്ചർ ആവാൻ നല്ല മെഡിസിൻ പ്ലാറ്റിന്. ഓക്കെ. ഇനി ഡോക്ടർ രാജശ്രീ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഒരു PCOD കേസ് ആയിരുന്നു. ഞാൻ സൈലിഷ 3 മാസം 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണേ. 18 വയസ്സുള്ള പെൺകുട്ടിക്ക് അത് PCOD-യാ. അത് ഞാൻ സൈലിഷ 10 2 ഡോസ് കൊടുത്തു. അപ്പോൾ 2 മാസം ആയപ്പോൾ പീരീഡ്സ് വന്നു. അതിനങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ പീരീഡ്സ് വരിക. മറ്റേ ഇങ്ങനെ ഒരു വെറ്റായി ഒരു ചെറിയ സ്പോട്ട് പോലെ വല്ലപ്പോഴും ഉള്ളായിരുന്നു. അങ്ങനെ ഒരു പീരീഡ്സ് തന്നെ ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. അപ്പം 3 മാസം അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ പക്ഷേ പീരീഡ്സ് വന്നിട്ടില്ല. 4-5 മാസമായി. അപ്പം സ്കാൻ ചെയ്തപ്പം PCOD മൈൽഡായിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് പ്രൊജസ്ട്രോൺ നോക്കിയപ്പോൾ പ്രൊജസ്ട്രോൺ ലെവൽ 0.37, ഇൻസുലിൻ നോർമലാണ്. അപ്പം അതാ കേസ്. സ്പോട്ടിംഗ് ഉണ്ടോ? എന്താ ഇപ്പോഴ് നേരത്തെ ഇങ്ങനെ 13 വയസ്സിൽ പീരീഡ്സ് വന്നതാ. ഈ 18 വയസ്സ് വരെയും ഇങ്ങനെ ചെറിയ ഒരു പാടേ പെരളാനൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ ചെറിയൊരു നനവ് പോലെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ അങ്ങനെയുള്ളായിരുന്നു. ഒരു പീരീഡ്സ് ആയിട്ട് അതിനൊരിക്കലും വന്നിട്ടില്ലായിരുന്നു. ഈ സൈലിഷ 10 2 ഡോസ് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അതിന് ആദ്യമായിട്ട് ജീവിതത്തിലെ നോർമൽ പീരീഡ്സ് വന്നു. ബ്ലഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം 3 മാസം അങ്ങനെ കറക്റ്റായിട്ട് വന്നു. പക്ഷേ പിന്നെ ഇതുവരെ പീരീഡ്സ് വന്നിട്ടില്ല.
പിന്നെ സൈലിഷേറ്റ് എന്നെ ഞാൻ ഒരു ഡോസ് കൂടെ കൊടുത്തായിരുന്നു, കണ്ടിന്യൂ ചെയ്തു. അപ്പം കിട്ടിയില്ല അല്ലേ? ഇല്ല. അതിനപ്പം ഇന്ന് ഞാൻ പ്രൊജസ്ട്രോൺ നോക്കിച്ചപ്പോൾ 0.37 പ്രൊജസ്ട്രോൺ ലെവൽ. അല്ലേ? 0.3 അപ്പോൾ ഭയങ്കര ലോയാ. അതിന് ഇഫ്രഷ് 10 എന്ന് കൊടുത്ത് നോക്കിയേ. യൂഫ്രഷേറ്റ് എന്നെ ആ അത് മാത്രം മതി അല്ലേ ഡോക്ടറെ? മതി. ആ ഈ ഫസ്റ്റ് പീരീഡ് വരാത്ത കുട്ടികൾക്ക് 16 വയസ്സായിട്ടും വരാത്ത കുട്ടികൾക്ക് എന്ത് കൊടുക്കും? പൾസാറ്റിൽ തന്നെ. പൾസാറ്റിൽ തന്നെയാ? ഡിലേ മെനാർക്കി 18 ആയോട്ടെ ഞാൻ മാറ്റിട്ടുണ്ട്. പൾസാറ്റിൽ അപ്പൊ ഈ 10 തന്നെയാണോ കൊടുക്കണ്ടേ? 10 ഹൈപ്പോട്ടൻഷൻ നല്ലതായിരിക്കും. എങ്ങനെ റിപ്പീറ്റ് ചെയ്യും? മാസത്തിൽ ഒരിക്കൽ മതിയോ? മതി മന്ത്ലി 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്. യൂട്രസ് സ്കാൻ ചെയ്തിട്ട് റൂഡിമെന്ററി എന്ന് പറയാൻ പറ്റത്തില്ല, യൂട്രസ് ചെറുതാണെന്നുള്ളത്. അങ്ങനെയുള്ളത് ഉണ്ടാവുന്നത്. ആ അതിനും പൾസാറ്റിൽ തന്നെ മതി അല്ലേ? അതെ. റുഡിമെന്ററി ആണെങ്കിലോ? റുഡിമെന്ററി യൂട്രസ് ആണെങ്കിലോ? റുഡിമെന്ററി യൂട്രസ് ഓൺ സ്കാനിംഗ് റിപ്പോർട്ട് റുഡിമെന്ററി യൂട്രസ്. പഠിച്ചാലേ വർക്ക് ചെയ്യും. ഓറം അയഡൈഡ് ഒക്കെ വരത്തില്ലേ? ബറേറ്റ് അയഡൈഡ്, ഓറം അയഡൈഡ് അതൊക്കെ വരാം. പൾസാറ്റാണ് കോൺസ്റ്റന്റ് അല്ല. പൾസാറ്റിലേടെ കാണുമ്പോ ലുക്കൊന്നുമില്ല. ആണോ? പൾസാറ്റിലെ ബ്യൂട്ടിഫുൾ ലേഡി എന്നൊക്കെ ഇല്ലേ പറയുന്നത്? ആവണമെന്നില്ലേ? യൂട്യൂബ് എന്ന് പറയാൻ പറ്റൂല. ബ്ലൂ ഐസോ? അതെ, ഗ്ലൂമിയാണ്. ഗ്ലൂമിയാണ്. കരഞ്ഞ് കാര്യം സാധിക്കുന്നവരല്ലേ? കരഞ്ഞ് കാര്യം അതെ, സാധിക്കുന്നവര്, സിമ്പതി ചോദിച്ച് മേടിക്കുന്നവരാ പൾസാറ്റിൽ. കൺസെഷൻ ബെറ്ററാ. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും ലോ ആൻഡ് ഹൈ AMH, ലോ ആൻഡ് ഹൈ AMH. AMH ആന്റി മുളേറിയൻ ഹോർമോൺ. ആന്റി മുളേറിയൻ ഹോർമോൺ. അത് കുറയുന്നതിന് എന്താ മെഡിസിൻ? കൂടിയാൽ എന്താ മെഡിസിൻ? രണ്ടിനാണെങ്കിലും പഠിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ കൽക്കരി ആണെങ്കിൽ കൽക്കരി കൊടുക്കണം. പൾസാറ്റില കാൽക്കേരിയ ഒക്കെയാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കൊടുക്കാം. അതിന്റെ കൂടെ ലെസിത്തിനും കൂടെ കൊടുക്കാം. ലെസിത്തിൻ, ഓവറി 3x. ഒരു ചോദ്യം കൂടെ. ദിവ്യശ്രീക്ക് വീണ്ടും ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ട് അൺമ്യൂട്ട് ചെയ്തേ ദിവ്യശ്രീ ഡോക്ടറെ. ഡോക്ടർ ദിവ്യശ്രീ ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഞാൻ നോക്കാമേ. പ്രൊജസ്ട്രോൺ ലെവൽ അതല്ലല്ലോ. മ്യൂട്ട് ചെയ്യാൻ പറ്റും, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യശ്രീയാണോ രാജശ്രീയാണോ?
ദിവ്യശ്രീ ആണോ ചോദ്യം ചോദിക്കാൻ വേണ്ടി ചാറ്റ് ബോക്സിലിട്ട്? ഡോക്ടറെ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് ദിവ്യശ്രീ ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ. കേക്കാം. ഡോക്ടറെ, ഞാൻ ചോദിച്ച കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള 53 ഇയേഴ്സ് ഒക്കെ ആയ ലേഡീസ് ആണ്. പക്ഷെ മെനോപോസ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സിംറ്റംസും ഇല്ല. പക്ഷെ ഡിസ്മെനോറിയ, പീരീഡ്സിന്റെ ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ നല്ല പെയിൻ ആണെന്നാ പറഞ്ഞത്. അത് അവർ സ്കാൻ റിപ്പോർട്ടും ഒന്നുമില്ല, ഇതുവരെ ടെസ്റ്റ് ചെയ്തില്ല. 1 വർഷം മെഡിസിൻ കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലായതുകൊണ്ട് എനിക്ക് റിപ്പോർട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായിരിക്കും മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നേ? വേറെ ഹെവി ബ്ലീഡിങ്ങും അങ്ങനെ ഒന്നുമില്ല. എൻഡോമെട്രിയോസിസ് കാണുമായിരിക്കും. എൻഡോമെട്രിയോസിസ് കാണുമായിരിക്കും. കാണായിരിക്കല്ലേ? അപ്പൊ അതനുസരിച്ച് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് പെട്ടെന്നൊന്നും പെയിൻ കൺട്രോൾ ഒക്കെ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മെനപ്പോസിലെ ഏജും കൂടി ആകുമ്പോൾ ലാക്ടോസിസ് കൊടുക്കാം. പീരീഡ് തീരുന്ന ഒരു ഡോസ് ലാക്ടോസിസ് കൊടുക്കാം. നമുക്ക് വേദന, അടുത്ത പീരീഡിന് പെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ പീരീഡിന്റെ തുടങ്ങണ ദിവസം സേഡ് സാർ എന്താ പറയണ കേൾക്കാം. കേട്ടില്ലെന്ന് തോന്നുന്നു. സാർ കേട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ് ലാക്ടോസിസ് വണ്ണം കൊടുക്കും. അതൊക്കെ അന്ന് കൊടുക്കാൻ പറ്റിയ ലാസ്റ്റ് ഡേ ഒരു ഡോസ് വണ്ണം കൊടുക്കും. അപ്പൊ അടുത്ത പീരീഡിന് തുടങ്ങിയിട്ട് വേദന ഉണ്ടാവും. എന്നെ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. മ്യൂട്ട് ചെയ്തിരുന്നേ സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റി. അതാണ് കേട്ടത്. ഓക്കെ. പ്രായം എന്തായിരുന്നു? 53 ഇയർ ഉള്ളതാ ഡിസ്മെനോറിയ. 53 ആയിട്ട് മെനപ്പോസ് വന്നിട്ടില്ല. മെനപ്പോസ് ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല. ബ്ലീഡിങ് കൂടുന്നുണ്ടോ? ഇല്ല, കൂടുതലും ഇല്ല. ബ്ലീഡിംഗ് ഒക്കെ നോർമലേ ഉള്ളൂ. 2-3 ഡേയ്സ് നോർമലായിട്ടുണ്ട്. അവർ ഡാൻസറൊക്കെയാണ്, നല്ലതായിട്ട് ഡാൻസ് ചെയ്യുന്ന. പക്ഷെ തടിയുണ്ട്. മോഹിനിയാട്ടം ഡാൻസറൊക്കെയാ. എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും രണ്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ. അത് കേസെടുത്തിട്ട് മിക്കവാറും ഒന്നില്ലെങ്കിൽ തുജ വരും, അല്ലെങ്കിൽ ലാക്ടോസിസ് വരും. ഓക്കെ. കേസെടുത്ത് നോക്കാം. മാഡം ലാക്ടോസിസാ പറഞ്ഞത്. ലാക്ടോസിന്റെ ഒരു ഇതുണ്ട് പേഷ്യന്റിന്. ലാക്ടോസിന്റെ കൂടുതൽ വരാം. ഏജിൽ വരുന്ന എൻഡോമെട്രിയോസിന് ലാക്ടോസിസ് കൂടുതൽ വരിക. ഓക്കെ സാറേ. പിന്നെ ലാക്ടോസിന് തുജ വരാനുള്ള കാരണം വെച്ചാല് ഒരിക്കൽ മെൻസസ് വന്ന് മെനപ്പോസ് ആയി പിന്നീട് രണ്ടാമത് വരുമ്പോഴേ തുജ കൊടുത്തിട്ടേ കൊടുക്കാവൂ. ഓക്കെ. ശരി സാറേ. ശരി. താങ്ക് യു സാർ. ഞാൻ എന്റെ കേസ് ചോദിച്ചോട്ടെ സാറേ? ചോദിച്ചോട്ടെ. ഒരു 33 ഇയേഴ്സ് ഉള്ളതിന്റെ ഒരു ഇൻഫെർട്ടിലിറ്റി കേസ്. ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഇറഗുലർ പീരീഡ് ആയിരുന്നു. ഇപ്പൊ പൾസാറ്റിലേക്ക് കൊടുത്ത് പീരീഡ് റെഗുലറായി. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ബ്രസ്റ്റ് ആണ്. അപ്പൊ ഒറ്റ മോളായിരുന്നു. അമ്മ മരിച്ചുപോയി ക്യാൻസർ ആയിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് പീരീഡിന് മുമ്പ് ഭയങ്കര ദേഷ്യ. അപ്പൊ ദേഷ്യം അങ്ങനെ പ്രകടിപ്പിക്കും. ഇതിന്റെ ഫോണ് താഴെ വീണു. അപ്പൊ അതെന്താ വെച്ചാൽ ഭർത്താവിന്റെ ഫോണും കൂടെ ഒന്ന് താഴെ ഇട്ടു. അപ്പൊ അതാണ് അതിന്റെ ദേഷ്യം കാണിക്കുന്നത്. എന്റെ ഫോൺ താഴെ വീണില്ല, നിങ്ങളുടെ ഫോണും കൂടെ താഴെ വീഴട്ടെ, അങ്ങ് എറിയ. പിന്നെ അപ്പൊ എല്ലാം ഇങ്ങനെ എതിരായിട്ട് സ്വന്തം സാധനങ്ങള് ഒരു സാധനം ആർക്കും ഷെയർ ചെയ്യാൻ കൊടുക്കില്ല. അതിന്റെ ഒരു പ്രത്യേകത ഹെവി ഏജിനേക്കാളും വലിയ ബ്രസ്റ്റാണ് അതിനുള്ളത്. പീരീഡ് വരുമ്പോ ഭയങ്കര ദേഷ്യ, ഭയങ്കര ഫാസ്റ്റീരിയസ് ആണ്, ക്ലെൻലിനെസ് കൂടുതൽ, ദേഷ്യം ഇങ്ങനെയാണ് ഒരു ദേഷ്യം. അതാ കാണിക്കുന്നത്. എന്റെ ഫോൺ താഴെ വീണു, എന്നാൽ നിന്റെ ഫോണും കൂടെ വീഴട്ടെ. അപ്പൊ അതുപോലെ ഓരോ കാര്യം അത്ര വെഞ്ച്ഫുൾ മാതിരി കൺസീവ് ആകുന്നില്ല. അതാണ് മെന്റൽ കണ്ടീഷൻ വെച്ചിട്ട്. മെന്റൽ കണ്ടീഷൻ വെച്ചിട്ട്
സെപ്പിയാണ് വരുന്നത്. സെപ്പിക്ക് ബ്രസ്റ്റ് ഹെവി അല്ല. അതാ ബ്രസ്റ്റ് സെപ്പിക്ക് കുറവാണെന്നല്ലേ പറയുന്നത്? അതെ, അല്ലല്ല കൂടുതല ഹെവി. അല്ല, സെപ്റ്റിയക്ക് സെപ്പിക്ക് കുറവാ. സെപ്പിക്ക് കുറവാ. മാഞ്ചസ്റ്ററിലാണ്. ആ ഇവിടെ ഹെവി ബ്രസ്റ്റ് ആണല്ലോ. ആ ഹെവി ബ്രസ്റ്റ് ആയതുകൊണ്ട് ആ കൽക്കരിയേക്കാൾ കൊടുത്തു നോക്കണം. കൽക്കേരിയക്കാർ അതെ, കൽക്കേരിയക്കാർ ഇതുപോലെ റിവെഞ്ച്ഫുൾ ആണ്. ഇങ്ങനെ കാണിക്കും ആണ്. കാണിക്കും അല്ലേ? ഓ, അപ്പൊ ഏത് പൊട്ടൻസി കൊടുക്കണം കൽക്കേരിയക്കാർ? വണ്ണം തുടങ്ങിയാൽ മതി. വണ്ണം തുടങ്ങി പിന്നെ 10 15 ആക്കുക. മിക്കവാറും 15 ആകുമ്പോഴേ അതിന്റെ ആക്ഷൻ തുടങ്ങത്തുള്ളൂ. ശരി, 1 to 15 വരെ. അതെ. അത് ഈ ദേഷ്യമൊക്കെ പീരീഡിന് മുമ്പാണ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നത്. കൺസീവ് ആവണില്ല. പീരീഡ് ഇപ്പൊ കുറച്ച് റെഗുലർ ആയി. ഇറഗുലർ ആണ്. മരുന്ന് വാങ്ങിക്കാൻ വരുന്നത് ഇറഗുലർ ആണ്. രണ്ടുപേരും കൂടെ വഴക്കിട്ടാ പിന്നെ വരത്തില്ല. പ്രൊലോങ് ഉണ്ടെന്നോ? ഹെവി ആൻഡ് പ്രൊലോങ് ആണോ? പീരീഡോ? ആ, പീരീഡ് കറക്റ്റ് ആയിട്ട് നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ട്. റെഗുലർ ആവാം, അല്ലെങ്കിൽ ഇറഗുലർ ആവാം, പ്രൊലോങ് ആകാം, ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാകും കേട്ടോ. അതാണ് കൽക്കരിയയുടെ സിംറ്റം വരുന്നത്. കൽക്കേരിയ പറഞ്ഞു. ഓക്കെ, സമയമായോ? സമയം പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. പെട്ടെന്നായി. അപ്പൊ സാറും കൂടെ വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഔട്ട്സൈഡാണ്, ഇരിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു സപ്പോർട്ട് ചെയ്ത്. എന്തായാലും വളരെ വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഈ സമയം ഇത്രയും ആയത് ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടാ. പെട്ടെന്ന് കടന്നുപോയി ഈ സമയം. രണ്ടുപേരും കൂടെ വന്ന് എന്തായാലും വളരെ ഗംഭീരമാക്കി, ഉഷാറാക്കി. എന്റെ ബാറ്ററിയുടെ ചാർജ് കുറച്ച് കുറഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വളരെ നല്ല ഒരു സെഷനാക്കി മാറ്റി സേട്ട് സാറും ശാന്തചന്ദ്രൻ മാഡവും ഒത്ത്. എന്തായാലും നല്ല ഒരു ക്ലാസ് എടുത്ത 2 പ്രമുഖരായ വ്യക്തികൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ മറിയാമ്മയെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും നമുക്ക് തുടക്കത്തില് ശരിക്കും പറഞ്ഞാല് ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡിയായാണ് ഞാൻ വന്നത്. പക്ഷേ മാഡത്തിന്റെ ഇത്രയും നല്ലൊരു ക്ലാസ്, അത് കാരണം നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ തന്നെ മെഡിസിൻ ഉൾപ്പെടെ ഇത്രയും നല്ല രീതിയിൽ നമുക്കൊരു ക്ലാസ് എടുത്തുന്ന ശാന്ത മാഡത്തിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ സേട്ട് സാറും കൂടെ എത്തിയപ്പം പൂർത്തിയായി. രണ്ടുപേരും കൂടെ ആയിരുന്നപ്പോൾ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു ക്ലാസ് ഇന്ന് ലഭിച്ചു. സേട്ട് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് മോഡറേറ്റ് ചെയ്ത ശൈല ഡോക്ടർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറിയമ്മ ഡോക്ടർക്കുള്ള പ്രത്യേക നന്ദി കൂടി അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ IFPHന്റെ ഒരു വാക്കും കൂടെ പറഞ്ഞോട്ടെ. IFPHന്റെ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ നടന്നു. എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, നമ്മളിനി ക്രിറ്റിസിസം ഒക്കെ വന്നോട്ടെ, നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കണ്ട. നമ്മുടെ ഹോമിയോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ എല്ലാം ഒത്തുപിടിച്ച് വന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹോമിയോ കുടുംബം എന്ന് വെച്ചാൽ ഹോമിയോ കുടുംബത്തിലെ മറ്റ് സംഘടനകളും കൂടെ നമ്മളിലേക്ക് ചേർക്കാനും അവരെ അതിനുള്ള ശ്രമവും കൂടെ നടത്തിയാൽ നല്ലതായിരിക്കും. മറ്റ് അപ്പുറത്തെ അയൽ വീട്ടിൽ നമ്മൾ നോക്കണ്ട, അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അടുത്ത വീട്ടിലെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നമ്മുടെ കുടുംബത്തിലത്തെ വഴക്ക് പ്രശ്നങ്ങൾ മറ്റേ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നൊരു റിക്വസ്റ്റ്. ഓക്കെ മാഡം, വളരെ സന്തോഷം. മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്ക് ആരോടും ക്രിറ്റിസിസം ഒന്നും ഇല്ല. നമ്മള് മറ്റുള്ളിടത്തോട്ട് നോക്കിയുമില്ല. നമ്മളെ ഈ പ്രോഗ്രാം നടത്താൻ തന്നെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി താജ് വിവാദയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. നമ്മള് മറ്റൊന്നും ആരും ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയമായി, നല്ലൊരു വിജയമായി നമുക്ക് ആ പ്രോഗ്രാം മാറ്റാൻ കഴിഞ്ഞു.
എല്ലാവരുടെയും കൂട്ടായ്മയ്ക്ക് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഒത്തിരി പേര് സാമ്പത്തികമായി സഹായിച്ചു. ഒരുപാട് പേരുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ഗംഭീരമായി. ഇപ്പോഴും നമ്മുടെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചകളും ഒരുപാട് മീഡിയ അതിൽ വരുന്ന ഡിസ്കഷൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സെപ്റ്റംബർ 28 നമ്മുടെ ദിവസമായിരുന്നു. വളരെ എന്തൊക്കെയോ കൊണ്ടങ്ങ്. അല്ല, മീഡിയക്കാര് തന്നെ പറഞ്ഞില്ലേ, നിങ്ങളെ കുറിച്ച് സംസാരിക്കും, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ സംസാരിക്കാൻ, നിങ്ങളെ കുറിച്ച് പറയാനല്ലേ പറഞ്ഞു. ഓക്കെ. ധനേഷ് ഡോക്ടറൊക്കെ പോയി തോന്നണു അല്ലേ? ധനേഷ് ഡോക്ടർ കുടിയാൻ ഉണ്ടോ? അത് അല്ല, കുടിയേറ്റ ഡോക്ടർ യാത്രയിലായിരുന്നുണ്ടോന്ന് അറിയത്തില്ല. ധനേഷ് ഡോക്ടർ കഴിഞ്ഞ ഇന്നത്തെ പ്രോഗ്രാം അല്ല, സെപ്റ്റംബർ 28 പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഇംഗ്ലീഷില്. അതില് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നല്ല ഒരു ഗംഭീര, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയം നമ്മുടെ പ്രോഗ്രാമിനുണ്ടായി. അപ്പൊ മറ്റുള്ളവർക്ക് ഒന്നും പറയാൻ വയ്യ. ഇത്രയും വലിയ പുറത്തോട്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരും ചിന്തിച്ചത് പോലും ഇല്ല. അപ്പൊ വലിയൊരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമൂഹത്തില്. ഇന്ന് പുതിയൊരു ചർച്ചയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ സമ്മേളനം ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ വളരെ സന്തോഷം. ഫേസ്ബുക്കിലേക്ക് വരട്ടെ. ഓക്കെ, അത് തന്നെ. അപ്പൊ ഇന്നത്തെ ഈ ഗംഭീരമായ ക്ലാസ്സോട് കൂടി ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ഗുഡ് നൈറ്റ്. ശുഭരാത്രി. ധനേഷ് ഡോക്ടർ ഞാൻ വിളിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ഒരാഴ്ച 406. Yes.